ഇന്ന് രണ്ട് വിശകലനങ്ങളാണ് വേൾഡ് ഇൻവേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ഇസ്രായേൽ ഫലസ്തീനികൾക്ക് മേൽ നടത്തുന്ന അതിക്രമങ്ങളിൽ മൃഗങ്ങളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. പലതരത്തിൽ മൃഗങ്ങളെ കൊണ്ട് ആക്രമിക്കുന്നതിനെ കുറിച്ചും ഫലസ്തീനികളെ മൃഗങ്ങളോട് ഉപമിക്കുന്നതടക്കം മനുഷ്യരെ ഇസ്രായേൽ എങ്ങനെ കാണുന്നു എന്നതിനെ കുറിച്ചാണ് ഈ വിശകലനം. രണ്ടാമതായി, ഇസ്രായേലും UAEയും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ഇമെയിൽ ചോർച്ചയെക്കുറിച്ചും. ഫലസ്തീൻ തടവുകാർക്ക് കാവലായി നൈൽ മുതലകളെ ഏർപ്പാടാക്കുമെന്ന് ഇസ്രായേലിന്റെ സുരക്ഷാ മന്ത്രി ബെൻ ഗിർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ മാസം ആദ്യമാണ്. അമേരിക്കയിലെ ന്യൂ ഫ്ലോറിഡയിലെ അലിഗേറ്റർ അൽക്കട്രാസ് ജയിൽ എന്നറിയപ്പെടുന്ന കുടിയേറ്റക്കാർക്കായുള്ള തടങ്കൽ പാളയമാണ് ബെൻ ഗിറിന് പ്രചോദനമെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ചീങ്കണ്ണികളും മുതലകളും മലമ്പാമ്പുകളും നിറഞ്ഞ തണ്ണീർ തടത്തിലായിരുന്നു ഈ തടങ്കൽ പാളയം ഉണ്ടായിരുന്നത്. ശക്തമായ പ്രതിഷേധത്താൽ ആ ജയിൽ ഒഴിപ്പിക്കുകയായിരുന്നു അമേരിക്ക പിന്നീട്. ജയിലിനെ കൊണ്ടുള്ള പണി കഴിഞ്ഞതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ ഉത്തരവിട്ടത് എന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ന്യായം. ബെൻഗിറിന്റെ പദ്ധതി ഇസ്രായേലിൽ ഏറ്റവും വലിയ ജയിലായ കെറ്റ്സിയോട്ട് ജയിലിലായിരിക്കും ആദ്യമായി പരിപാടി ആരംഭിക്കുക എന്നാണ് പ്രഖ്യാപനം. തടവറകൾക്ക് ചുറ്റും കിടങ്ങുണ്ടാക്കി അവിടെ ഇത്തരം മുതലകളെ നിക്ഷേപിക്കാനായിരുന്നു പദ്ധതി. ഇവ തങ്ങൾ പരിപാലിക്കുന്ന വന്യമൃഗങ്ങളാണെന്നായിരുന്നു ഇസ്രായേലിന്റെ പരിസ്ഥിതി മന്ത്രി ഇഡിത് സിമ്മാന്റെ വാക്കുകൾ. നൈൽ മുതലകളെ പറ്റി തിരഞ്ഞു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യം മനുഷ്യരെ തിന്നാൻ മടിക്കാത്ത ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മുതലവർഗമാണ് ഇവ എന്നാണ്. തന്ത്രമേറെയുള്ള വേട്ടക്കാർ കൂടിയാണ് ഈ വർഗം. ആഫ്രിക്കയാണ് ഇവരുടെ പ്രധാന വാസസ്ഥലം. നിലവിൽ ജെറൂസലം ജില്ലാ കോടതി ബെൻഗിറിന്റെ പദ്ധതി നിർത്തിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പരിസ്ഥിതിക്കും മുതലകൾക്കും അപകടകരമായ രീതിയാണതെന്നാണ് കാരണമത്രേ. തടവുകാരുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചോ മനുഷ്യാവകാശത്തെക്കുറിച്ചോ കോടതി മിണ്ടിയിട്ടില്ല. അതുകൊണ്ടാവണം ജയിലിന് ചുറ്റും കിടങ്ങ് കുഴിക്കുന്ന ജോലി തുടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ഇസ്രായേലികൾ ഫലസ്തീനികളെ കൊല്ലുന്നതിനും കഷ്ടപ്പെടുത്തുന്നതിനും മൃഗങ്ങൾ ഉപയോഗിക്കുന്നത് പണ്ടേ ശീലമാക്കിയ ആളുകളാണ്. 2018 ഇസ്രായേലിന്റെ ദേശീയ പാമ്പായി ഫലസ്തീൻ അണലിയെ പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഫലസ്തീനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തങ്ങളുടെ ജീവന് പുറമെ സംസ്കാരവും കൈയടക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമമായാണ് അവരതിനെ കണ്ടത്. ഫലസ്തീൻ അതോറിറ്റി UN-ൽ ഇതിനെതിരെ പരാതിയും നൽകിയിരുന്നു. ഫലസ്തീനികൾ യാത്രയ്ക്കും വെള്ളം കൊണ്ടുവരുന്നതിനും വിറക് ശേഖരിക്കുന്നതിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് കഴുതകളെയായിരുന്നു. അവ മോഷ്ടിക്കുക ഇസ്രായേലിന്റെ സ്ഥിരം ഏർപ്പാടായി മാറി. ഇപ്പോഴും ഫലസ്തീനികളുടെ ആടുകളെയും മറ്റും കട്ടുകൊണ്ടുപോവുക ഇസ്രായേൽ കടന്നുകയറ്റക്കാരുടെ ശീലമാണല്ലോ. നിലവിൽ ഇവയ്ക്ക് വെള്ളം പോലും കിട്ടാതിരിക്കാൻ കിണറുകൾ നശിപ്പിക്കുകയോ കിണറുകൾക്കടുത്തേക്ക് എത്തുന്ന ഫലസ്തീനികളെ വെടിവെച്ചു കൊന്നോ കന്നുകാലികളെ ഇല്ലാതാക്കാൻ നോക്കുകയാണ് ഇസ്രായേൽ. ചില കണക്കുകൾ കാണിക്കുന്നത് ഫലസ്തീനികളുടെ 97% മൃഗങ്ങളെയും ഇസ്രായേൽ കട്ടെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തു എന്നാണ്. ഇതിനെയെല്ലാം ഇസ്രായേലിന്റെ വംശഹത്യാ പദ്ധതിയുടെ ഭാഗമായാണ് പലരും വിലയിരുത്തുന്നത്. മൃഗങ്ങളെ കൊണ്ട് ഫലസ്തീൻ തടവുകാരെ ആക്രമിപ്പിക്കുന്നതിലും ഇസ്രായേൽ കുപ്രസിദ്ധരാണ്. തടവറയിൽ നിന്നും പുറത്തു വന്ന ഫലസ്തീൻകാർ പലപ്പോഴും അതേക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതുമാണ്. നായകളെ കൊണ്ടായിരുന്നു പലപ്പോഴും അവരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആക്രമിക്കുക മാത്രമല്ല, നായകളെ കൊണ്ട് തടവുകാരെ ബലാത്സംഗം ചെയ്യിപ്പിക്കുന്ന രീതിയും ഇസ്രായേൽ തുടർന്നു വരുന്നുണ്ട്. അതിനായി പ്രത്യേക പരിശീലനം കിട്ടിയ നായകളുണ്ടെന്ന വാർത്തയും നമ്മൾ കേട്ടതാണ്. ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന ന്യൂയോർക്ക് ടൈംസ് വരെ ഇത് സ്ഥിരീകരിക്കുകയുണ്ടായി. ഒരു നായ സേന തന്നെ സ്വന്തമായുള്ളവരാണ് ഇസ്രായേലികൾ. ഒക്കറ്റ്സ് എന്നറിയപ്പെടുന്ന പ്രസ്തുത വിഭാഗം എപ്പോഴും ഫലസ്തീനികളുടെ പ്രദേശത്തിലെത്തി അവരെ ആക്രമിക്കാറുണ്ട്. ഫലസ്തീനികൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അതിക്രമിച്ചു കയറി വാഹനങ്ങളിൽ കൊണ്ടുവന്ന അക്രമാസക്തരായ കാട്ടുപന്നികൾ അഴിച്ചുവിട്ട് നാട്ടുകാരെ ആക്രമിക്കുക എന്നത് പഴയകാല ഇസ്രായേലി വിനോദമായിരുന്നു. സംരക്ഷിത മൃഗങ്ങൾ എന്ന് സ്ഥാനമുള്ള അവയെ കൊല്ലാൻ പാടില്ലായിരുന്നു. അവ ഫലസ്തീനികളുടെ കൃഷിയും മറ്റും നശിപ്പിച്ചു എന്ന് മാത്രമല്ല, നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തെ ഭീകരമായി ബാധിക്കുന്ന തരത്തിൽ ആളുകളെ മുറിവേൽപ്പിക്കാനും മറ്റും തുടങ്ങി. 2025 പോലും വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ഇക്തബ നഗരത്തിൽ നിന്നും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചിരുന്ന ആളുകൾക്കെതിരായിട്ടായിരുന്നു ആക്രമണം. ആളുകളെ ഒഴിപ്പിച്ച ശേഷം അവർ ആ ക്യാമ്പ് നശിപ്പിക്കുകയും ചെയ്തു. മൃഗങ്ങളെ കൊണ്ട് തടവുകാരെ ആക്രമിക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനും പുറമെ അവരെ മൃഗങ്ങളോട് ഉപമിക്കുന്നതിനും ഇസ്രായേലിന് പണ്ടേ യാതൊരു മടിയുമില്ല. മനുഷ്യമൃഗങ്ങൾ എന്നാണ് യുദ്ധമന്ത്രിയായിരുന്ന യോവ് ഗാലന്റ് ഫലസ്തീനികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പദം. കടന്നലുകൾ, പട്ടികൾ എന്നായിരുന്നു അതിനു മുമ്പത്തെ യുദ്ധമന്ത്രിയും ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ മോശപ്പെട്ട മന്ത്രിയായി വിലയിരുത്തപ്പെടുന്ന മോശെ ദയാൻ വിളിച്ചുകൊണ്ടിരുന്നത്. പ്രധാനമന്ത്രിയായിരുന്ന മനാഹം ബെഗിനെ സംബന്ധിച്ചിടത്തോളം ഇരുകാലി മൃഗങ്ങളായിരുന്നു ഫലസ്തീനികൾ. റഫേൽ എയ്ത്താൻ എന്ന ഇസ്രായേലി പ്രധാനമന്ത്രി പിന്നീട് ഇവരെ വീണ്ടും താഴ്ത്തിക്കെട്ടി കൂറകൾ എന്ന് വിളിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന പ്രധാനമന്ത്രി ഇഷ്താഖ് ഷമീറിന് ഇവർ വെട്ടുകിളികളായി.
യഹൂദ് ബറാക്ക് പ്രധാനമന്ത്രിയായപ്പോൾ ഇവരെ വിശേഷിപ്പിച്ചിരുന്നത് മുതലകൾ എന്നായിരുന്നു. ഇന്നിപ്പോൾ യഥാർത്ഥ മുതലകളെ കൊണ്ട് ഇവരെ തടയാനായിരുന്നു ബെൻഗിറിന്റെ പദ്ധതി. സയനിസത്തിന്റെ സ്ഥാപകനായ തിയഡർ ഹെർസൽ രേഖപ്പെടുത്തിയത് പുതിയ സ്ഥലങ്ങൾ കയ്യേറാൻ പോകുമ്പോൾ അവിടുത്തെ പാമ്പുകൾ അടക്കമുള്ള വന്യമൃഗങ്ങളെ കൊന്നൊടുക്കാൻ തദ്ദേശീയർക്ക് വൻ പ്രതിഫലം കൊടുക്കുമെന്നാണ്. അതുവഴി അവരുടെ പ്രകൃതിയെയും ചുറ്റുപാടുകളെയും ഇല്ലാതാക്കണം എന്നർത്ഥം. പക്ഷെ ഇന്നും ഇക്കാര്യം നേടിയെടുക്കുന്നതിൽ ഇസ്രായേൽ പരാജയമാണെന്നതാണ് സത്യം. 2003 ഒരു കോടതി വിധിയെ കൂടി പരാമർശിച്ച് ഈ വാർത്ത അവസാനിപ്പിക്കാം. ഫോയി ഗ്രാസിന്റെ ഉൽപാദനം നിരോധിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേലി സുപ്രീം കോടതി ആ വിധി പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഫോയി ഗ്രാസ് ഉൽപാദകരായിരുന്നു ഇസ്രായേൽ. താറാവുകൾക്ക് നിർബന്ധമായി ഭക്ഷണം കൊടുത്ത് അവയുടെ കരൾ വളർത്തി വലുതാക്കി ഉണ്ടാക്കുന്ന ഭക്ഷ്യവിഭവമാണ് ഫോയി ഗ്രാസ്. പക്ഷേ തടവറകളിൽ നിരാഹാരമിരിക്കുന്ന ഫലസ്തീൻകാർക്ക് ഏത് വിധേനയും നിർബന്ധിത ഭക്ഷണം നൽകുന്നത് ഇതേ ഇസ്രായേൽ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ ഏറ്റവും വലിയ ആയുധോൽപാദക കമ്പനിയായ എൽബിറ്റ് സിസ്റ്റംസ് UAEക്ക് വൻതോതിൽ ആയുധങ്ങൾ കൈമാറാൻ കരാറുണ്ടാക്കിയതായി റിപ്പോർട്ട്. എൽബിറ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇമെയിൽ ചോർന്നതോടെയാണ് 2022 മുതലുള്ള കരാറിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നത്. 6 ഡ്രോണുകളും ഇന്റലിജൻസ് സിസ്റ്റവുമാണ് UAEക്ക് കച്ചവടമാക്കുന്നത്. അത്ര ഏകദേശം 1700 കോടിയിലധികം വരും ഇതിന്റെ ചിലവ്. ഹെർമസ് 900 ഡ്രോണാണ് ഇസ്രായേൽ വിൽക്കുന്നത്. എൽബിറ്റിന്റെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധമാണിത്. ഇറാനെതിരെയും UAE ഇസ്രായേലിനൊപ്പം ചേർന്ന് പോരാടുന്നുണ്ട്. അതിനായി UAEയിൽ അയൺ ഡോം ബാറ്ററികൾ വിന്യസിച്ചിട്ടുണ്ട് അത്രേ. ഇതോടൊപ്പം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശനം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ബന്ധം കൂടുതൽ ദൃഢമാവുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. ചോർന്ന ഒരു മെയിലിലുള്ളത് എൽബിറ്റിന്റെയും ഇസ്രായേലിന്റെ യുദ്ധ മന്ത്രാലയത്തിന്റെ രാഷ്ട്രീയ സൈനിക വിഭാഗത്തിന്റെയും ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ചർച്ചകളാണ്. അതിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഖത്തറും സൗദിയും എത്യോപ്യയും റുവാണ്ടയും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് എങ്ങനെ കൂടുതൽ ആയുധങ്ങൾ കച്ചവടം ചെയ്യാനാവും എന്നതിനെ കുറിച്ചാണ്. നന്ദി.